ഹൂത്തികൾക്ക് നേരെ ബോംബ് വർഷിച്ച് ഇസ്രയേൽ ജെറ്റുകൾ. യമന്റെ തുറമുഖ നഗരമായ ഹൊദൈദയിലാണ് ഇസ്രയേൽ ജെറ്റുകൾ ആക്രമണം നടത്തിയത്. 3 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. എണ്ണ സംഭരണശാലകൾക്കും പവർ പ്ലാന്റുകൾക്കും നേരെയായിരുന്നു ആക്രമണം. പ്രത്യാഘാതം കൂടുതൽ വിനാശകരമായിരിക്കുമെന്ന് ഹൂത്തികൾ പറഞ്ഞു. പ്രസ് ടിവിയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. യമൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 3 പേർ മരിച്ചതായും 90 പേർക്ക് പരിക്കേറ്റതായും പറയുന്നു. തങ്ങളെ ആക്രമിച്ചതിന് ഇസ്രയേൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹൂത്തികൾ പറഞ്ഞു. എന്നാൽ ഇറാൻ പറയുന്നത് അമേരിക്കയാണ് തുറമുഖ നഗരം ആക്രമണത്തിന് പിന്നിൽ എന്നാണ്. അമേരിക്കയും സയനിസ്റ്റ് റെജീം ആയിരിക്കും മേഖലയിൽ ഉണ്ടാക്കുന്ന അപകടകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണക്കാർ എന്ന് ഇറാൻ പറഞ്ഞു. ഇത് 2ാം തവണയാണ് ഇസ്രയേൽ ഹൊദൈദ തുറമുഖ നഗരം ആക്രമിക്കുന്നത്. IDF ആക്രമണ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഹെസ്ബുള്ള വടക്കൻ ഇസ്രയേലിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ 150-ലധികം റോക്കറ്റുകൾ വിക്ഷേപിച്ചു. അപ്പർ ഗലീലി, വെസ്റ്റേൺ ഗലീലി, ഗോലാൻ കുന്നുകളിലേക്കുമാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. റോക്കറ്റ് വീണ് തുറസായ പ്രദേശങ്ങളിൽ തീപിടുത്തമുണ്ടായി. തങ്ങളുടെ ആയുധപുര കത്തിച്ചതിന് പ്രത്യാക്രമണമാണ് ഇതെന്ന് ഹെസ്ബുള്ള പറഞ്ഞു. പശ്ചിമേഷ്യ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്.